നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. മഞ്ചേശ്വരത്ത് വാഹനാപകടം, മണൽ ലോറി ഇടിച്ച് മതപണ്ഡിതൻ മരിച്ചു. മരിച്ചത് മച്ചമ്പാടി സ്വദേശി അബ്ദുൾ റസാഖ് മുസ്ലിയാർ. പിണറായി സർക്കാർ തുല്യനീതി നടപ്പാക്കുന്നില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. LDF സർക്കാരിൽ ഇതര പാർട്ടി പ്രവർത്തകർക്ക് രക്ഷയില്ലെന്നും ഉമ്മൻചാണ്ടി. മുട്ടത്തൊടി ബാങ്ക് മുക്കുപണ്ട പണയ തട്ടിപ്പ്, 3 പ്രതികളെ കൂടി കസ്റ്റഡിയിൽ വിട്ടു. യോഗാഭ്യാസവുമായി നാടും നഗരവും, പരിശീലനത്തിൽ അണിനിരക്കുന്നത് നിരവധി പേർ. സമീറിന്റെ വീട്ടിലേക്ക് ആഹ്ലാദത്തിന്റെ കോൾ, വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഖത്തർ MGM വനിതാ കൂട്ടായ്മ. അപൂർവതകളുമായി പാത്തൂർ ഗ്രാമം, ഒരു ഗ്രാമത്തിലെ മിക്ക വീടുകളിലും മതപണ്ഡിതന്മാർ. വിശദമായ വാർത്തകളിലേക്ക്. മണൽ ലോറി ഇടിച്ച് മതപണ്ഡിതൻ മരിച്ചു. മച്ചമ്പാടിയിലെ അബ്ദുൾ റസാഖ് മുസ്ലിയാറാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. മച്ചമ്പാടി സ്വദേശിയായ അബ്ദുൾ റസാഖ് ഉച്ചയ്ക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ അമിത വേഗത്തിൽ വന്ന മണൽ ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ അബ്ദുൾ റസാഖ് മുസ്ലിയാർ തത്സമയം മരിച്ചു. ബുധനാഴ്ച ഉച്ചയോടെ ഹൊസങ്കടി കടമ്പാറിനടുത്തായിരുന്നു അപകടം. മണൽ ലോറികളുടെ മരണപ്പാച്ചിലിനെതിരെ നേരത്തെ തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. മച്ചമ്പാടിയിലെ അബ്ബാസ് മൗലവിയുടെ മകനാണ് മരിച്ച അബ്ദുൾ റസാഖ് മുസ്ലിയാർ. റസാഖ് മുസ്ലിയാരുടെ മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി. പിണറായി സർക്കാർ തുല്യനീതി നടപ്പാക്കുന്നില്ലെന്നും പിണറായിയുടെ ഭരണത്തിൽ മറ്റു പാർട്ടി പ്രവർത്തകർക്ക് രക്ഷയില്ലെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കുണ്ടൻകുഴിയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധികാരത്തിലെത്തിയ ആദ്യ നാടുകളിൽ തന്നെ പിണറായി വിജയൻ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ പിണറായി സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകരല്ലാത്തവർക്ക് നീതിയും രക്ഷയുമില്ലാത്ത അവസ്ഥയാണെന്നും ഉമ്മൻചാണ്ടി ആരോപിച്ചു. CPM ആക്രമണത്തിനെതിരെയുള്ള സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു പാവപ്പെട്ട ദളിത് കുടുംബത്തിൽപ്പെട്ട 2 പെൺകുട്ടികൾക്കെതിരെ കള്ളക്കേസുണ്ടാക്കി റിമാൻഡ് ചെയ്തു. ഒരു കൈക്കുഞ്ഞോടുകൂടി റിമാൻഡിൽ പോയി. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ശ്രീ പിണറായി വിജയന്റെ അതിനോടുള്ള പ്രതികരണം എന്താ? ആദ്യം പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല, രണ്ടാമത് പറഞ്ഞു എന്നോട് ചോദിക്കേണ്ട, പോലീസിനോട് ചോദിക്കുക, മൂന്നാമത് പറഞ്ഞു കൈക്കുഞ്ഞുമായിട്ട് ജയിലിൽ പോകുന്നത് ആദ്യമല്ല. എത്ര ധിക്കാരത്തോടു കൂടിയിട്ടുള്ള മറുപടിയാ. അധികാരം കിട്ടിയപ്പോൾ എന്തുമാകാം, എന്തും ചെയ്യാം എന്ന മനോഭാവത്തിലാണ് ഈ ഗവൺമെന്റിന്റെ തുടക്കം. PC വിശ്വനാഥ്, C കശീധരൻ, P ഗംഗാധരൻ നായർ തുടങ്ങിയവരും സംസാരിച്ചു. മുട്ടത്തൊടി ബാങ്ക് മുക്കുപണ്ട പണയ തട്ടിപ്പ്, 3 പ്രതികളെ കൂടി കസ്റ്റഡിയിൽ വിട്ടു. പ്രധാന പ്രതി ആരിസ് അടക്കമുള്ളവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. മുട്ടത്തൊടി സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി കോടികൾ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ 3 പ്രതികൾ കൂടിയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ബാങ്കിന്റെ വിദ്യാനഗർ ശാഖാ മാനേജർ കോട്ടപ്പാറ കൊടവലം പുലരിയിൽ TR സന്തോഷ്, ആദൂർ ഉയ്യത്തടുകയിലെ UK ഹാരിസ്, ബാങ്ക് അപ്രൈസർ നീലേശ്വരത്ത് TV സതീശൻ എന്നിവരെയാണ് കാസർഗോഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 4 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. നേരത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്ത 3 പ്രതികളെ ഇന്നലെ വീണ്ടും കോടതിയിൽ തിരികെ ഹാജരാക്കി. മുക്കുപണ്ടങ്ങളിൽ 916 ആൾമാർക്ക് രേഖപ്പെടുത്തുന്നതിനുള്ള അച്ച് തയ്യാറാക്കി നൽകിയതിന് പിടിയിലായ ഭീമനാട് സ്വദേശി ജയരാജിനെ തായലങ്ങാടിയിലെ സ്വർണ്ണാഭരണ നിർമ്മാണത്തിന് അച്ചുകൾ തയ്യാറാക്കുന്ന കടയിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. കാസർഗോഡ് ചൈതന്യ യോഗത്തിൽ നടന്ന പരിശീലനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വിവിധ പരിപാടികളാണ് എങ്ങും അരങ്ങേറുന്നത്. നുള്ളിപ്പാടി ഹവ്യക ഭവനിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ E ദേവദാസൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഇത് തിരിച്ചറിയാൻ നമ്മുടെ മഹാഭാരതത്തിലെ ജനങ്ങൾ വളരെ വൈകി. ഇപ്പോഴും നമുക്കിതിനാവശ്യമായ അത്രയും പ്രചരണം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു നമ്മുടെ സംശയത്തോടെ കാണേണ്ടിയിരിക്കുന്നു. നമ്മളിൽ എത്ര പേർ ദിവസേന അല്ലെങ്കിലും ഒരു ആഴ്ചയിൽ 2 തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസങ്ങളിലോ ഈ യോഗ അഭ്യസിക്കുന്നുണ്ട്. അല്ലെ, യോഗയെ അതിൻ്റെതായ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റുവാനും അതുപോലെ നമ്മുടെ ജീവിതത്തെ ഒരു സമൂഹത്തിൻ്റെ ഒരു നല്ല ഒരു ഉത്തമ പൗരനായി വളരാനുള്ള ഒരു ആവശ്യകതയിലേക്ക് നമ്മൾ യോഗ എത്ര പേർ പ്രചരിപ്പിക്കുന്നു, എത്ര പേർ ആചരിക്കുന്നു എന്നതിനെക്കുറിച്ച് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് മരുന്നുകൾ കൊണ്ട് ഒരു പക്ഷേ എളുപ്പം മാറാൻ കഴിയാത്ത അല്ലെങ്കിൽ മരുന്നുകൾ കൊണ്ട് വളരെ കാലമുള്ള ഒരു ചികിത്സയിലേക്ക് പോകേണ്ട ആളുകളൊക്കെ, ഉദാഹരണത്തിന് ഇപ്പോൾ പ്രഷറുള്ളവർ
അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഡയബറ്റീസ് ഉള്ളവരൊക്കെ യോഗ ഇതിനൊരു പരിഹാരമാണ് എന്ന് അറിഞ്ഞപ്പോൾ അതിന് ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായി ഈ യോഗ കൃത്യമായി ചെയ്യുന്നവരെ എനിക്കറിയാം. ചടങ്ങിൽ ഇ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. ജയശ്രീ നാഗരാജ്, ഡോക്ടർ KM താരാദാസ്, രത്നാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. SBT സപ്തതി ബ്രാഞ്ച് സമർപ്പണവും ആംബുലൻസിന്റെ താക്കോൽദാനവും വ്യാഴാഴ്ച നടക്കും. കളക്ടർ E ദേവദാസൻ ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. SBDയുടെ 70ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് സപ്തതി ബ്രാഞ്ച് എന്ന പേരിൽ പുതിയ ബ്രാഞ്ച് കാസർഗോഡ് അമ്മൈ റോഡിലെ ഓയാസിസ് പ്ലാസയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ അവസരത്തിൽ ബാങ്കിന്റെ സോഷ്യൽ സർക്കിളിന്റെ വകയായി പരവനടുക്കം ഗവൺമെന്റ് വൃദ്ധസദനത്തിന് സൗജന്യമായി ആംബുലൻസും നൽകും. അതിന്റെ താക്കോൽദാനം ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം നിർവഹിക്കും. ചടങ്ങിൽ കോഴിക്കോട് സോണൽ ഓഫീസ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ M ഭുവനേന്ദ്ര താക്കൂർ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ബ്രാഞ്ച് മാനേജർ R ജയൻ, UV സനൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെങ്ങും വിവിധ പരിപാടികൾ അരങ്ങേറുന്നു. അടുക്കത്ത് ബയൽ GUPS സ്കൂളിൽ വായനാ വാരാചരണത്തിന്റെ ഭാഗമായുള്ള വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. വായനാ വാരാചരണം ജില്ലയിലെങ്ങും വിവിധ പരിപാടികളെയാണ് ആചരിക്കുന്നത്. അടുക്കത്ത് ബയൽ GUP സ്കൂളിൽ വിവിധ ക്ലബ്ബുകൾ ആരംഭിച്ചു. ക്ലബ്ബുകളുടെ ഉദ്ഘാടനം യുവകവി പ്രശാന്ത് കുമാർ നിർവഹിച്ചു. ആ കൊച്ചുകുട്ടിയുടെ മരണം ആ വീട്ടിലെ പൂച്ചക്കുട്ടിയെ എങ്ങനെ ബാധിക്കുന്നു, ആ വീട്ടിൽ തട്ടി നീങ്ങുന്ന കാറ്റിനെ എങ്ങനെ ബാധിക്കുന്നു, ആ വീട്ടിലെ ഉമ്മറക്കോലായിൽ ഉള്ള അയലിനെ എങ്ങനെ ബാധിക്കുന്നു, ആ വീട്ടിലെ അമ്മയെ എങ്ങനെ ബാധിക്കുന്നു, ഉമ്മയെ എങ്ങനെ ബാധിക്കുന്നു, അന്ന് കുളിച്ചു മൂടിയ പള്ളിപ്പുറമ്പിലെ ആ മണ്ണിട്ടിക്ക് എന്ത് സംഭവിക്കുന്നു. ഒരു 10 വരി കവിത കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കും. റഫീഖ് അഹമ്മദ് എന്ന് പറയുന്ന കവിയുടെ നിങ്ങൾക്കറിയാം, റഫീഖ് അഹമ്മദിന്റെ കവിതയാണ്. ഒന്ന് നിങ്ങൾ മനസ്സറിഞ്ഞ് ശ്രദ്ധിക്കണം കേട്ടാ. മരിച്ചു രാത്രിയിൽ ഉമ്മ തനിച്ചു പുറത്തിരുന്നു. അമ്മ വായനാ പദ്ധതി വിക്ടോറിയ സുനീതി സോഹൻസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രാമ, സുബ്രഹ്മണ്യൻ, സണ്ണി, ശൈല ടീച്ചർ, ഗൗരി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി പുണ്യം തേടി. മതപണ്ഡിതന്മാരെ കൊണ്ട് സമ്പന്നമായ ഒരു ഗ്രാമമുണ്ട് കേരള കർണാടക അതിർത്തിയിൽ. പാത്തൂർ എന്ന ആ പ്രദേശത്തെ 90% വീടുകളിലും ഒരു മതപണ്ഡിതനെങ്കിലുമുണ്ട്. ഒരുപാട് അപൂർവതകളുള്ള ആ നാടിൻ്റെ കഥ കേൾക്കുക. കേരളത്തിലാണെങ്കിലും സംസാരശൈലിയിലും ഭൂപ്രകൃതിയിലും കർണാടകയെന്ന് തോന്നിപ്പിക്കുന്ന പ്രദേശമാണ് പാത്തൂർ. ഒരു മലയാളം സ്കൂൾ പോലുമില്ലാത്ത കേരളത്തിലെ ഏക പഞ്ചായത്തായ ബൊർക്കടിയോട് തൊട്ടുകിടക്കുന്ന ഈ പ്രദേശത്തിന് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. മതപണ്ഡിതന്മാരെയും മതപഠന വിദ്യാർത്ഥികളെയും കൊണ്ട് സമ്പന്നമാണ് ഈ ഗ്രാമം. ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടുത്തെ മിക്ക വീടുകളിലും ഒരു മതപണ്ഡിതനെങ്കിലും ഉണ്ട്. ഒരു വീട്ടിൽ ഒരാളെങ്കിലും മതവിദ്യാഭ്യാസം തേടി നാടിന് ആത്മീയത പകരുന്ന പണ്ഡിതന്മാരാണ്. ഏതെങ്കിലും ഒരു നാട്ടിലെത്തിയാൽ അവിടെ ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ 4 പള്ളികൾ കണ്ടാൽ അതിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു പാത്തൂർ ടച്ചുണ്ടാവും. അവിടുത്തെ ഖത്തീബോ മുദരീസോ പാത്തൂറുകാരനായിരിക്കാം. അല്ലെങ്കിൽ അവിടെ മുഴങ്ങുന്ന ബാങ്കോലി ശബ്ദത്തിൻ്റെ ഉടമ പാത്തൂറിൻ്റെ സന്തതിയായിരിക്കാം. ദക്ഷിണ കർണാടകയിലേക്കും ഉത്തര കേരളത്തിലേക്കുമായി എത്രയോ മതപണ്ഡിതന്മാരെയാണ് പാത്തൂർ ഗ്രാമം സംഭാവന ചെയ്തത്. ഫേസ്ബുക്കിൻ്റെ ലോകത്തെ വാട്സപ്പുകാരനായ യുവത്വം സ്പൈക്ക് ചെയ്ത മുടിയുടെ വക്താക്കളാകുമ്പോഴും ഇന്നും പാത്തൂരിലെ പുതുതലമുറയും തലയിൽ തൊപ്പിവെച്ച് മതവിദ്യാഭ്യാസം തേടി ഏതൊക്കെയോ പള്ളി ദർസിലേക്ക് ബസ് കയറുന്നു. ഇതുവഴി പോകുന്ന ഓരോ ബസ്സിലും വാഹനത്തിലും 2-ലേറെ ഉസ്താദുമാരെയെങ്കിലും കാണാം. ഓരോ വെയിറ്റിംഗ് ഷെഡിലും ബസ് കാത്തു നിൽക്കുന്ന മുത്തഹല്ലിമങ്ങളെയും കാണാൻ സാധിക്കും. കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലമായി ഇവിടുത്തെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പാത്തൂർ അഹമ്മദ് മുസ്ലിയാറാണ്. പാത്തൂർ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം സാത്വികനായ പണ്ഡിതനാണ്. ഉത്തര കേരളത്തിലും ദക്ഷിണ കർണാടകയിലും ഏറെ പ്രശസ്തനായ അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുണ്ട്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ നാട്ടിൽ ദീനി ചൈതന്യവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ തന്നെ ഏകദേശം 40 വർഷമായി പള്ളിയിൽ മുദരീസും ഖത്തീബുമായി ജോലി ചെയ്യുന്നത്. അതിന് മുമ്പ് ഇവിടെ ദീനി നേതൃത്വം വഹിച്ചിരുന്നത് ഉസ്താദ് അവർകളുടെ പിതാവാണ്. മൈദും കുഞ്ഞ് ഹാജി എന്നാണ് അവർകളെ പറയുന്നത്. നാട്ടുകാരൊക്കെ പറഞ്ഞു വരുന്നത് തന്നെ ഓദിക്കുന്ന കാക്ക എന്നാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ നാട്ടിൽ ദീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു നാടുമാണ്. ഈ നാട്ടിൽ നിന്ന് പല നാടുകളിലേക്കും ഉസ്താദ് അവർകളുടെ ദർസിൽ ആരംഭം കുറിച്ചുകൊണ്ട്
മറ്റുള്ള നാടുകളിലൊക്കെ പോയിക്കൊണ്ട് ദർസ് പഠിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇതുവരെയും നടന്നുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇവിടെ പ്രത്യേകിച്ചും മുത്താലിമീങ്ങൾക്ക് തന്നെ ഒരു കമ്മിറ്റിയുണ്ട്, ജമിയത്തുൽ മുത്താലിം ദിക്ർ ഹൽക്ക മജ്ലിസ് എന്ന് പറഞ്ഞിട്ട്. നാട്ടുകാരുടെ എല്ലാ സഹകരണത്തോടു കൂടിയാണ് ഈ കമ്മിറ്റി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലേക്ക് വേണ്ടിയുള്ള പല ദീനി ചൈതന്യങ്ങളും ദീനി കാര്യങ്ങളൊക്കെ ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. മറ്റുള്ള പല കമ്മിറ്റികളും ഈ നാട്ടിൽ പ്രവർത്തിച്ചു വരികയാണ്. ഒരുക്കടി മാത്രമല്ല, ഇവിടെ പല പഞ്ചായത്തുകളിലും മലയാളമില്ല. ഒരു മലയാളം സ്കൂൾ പോലുമില്ലാത്ത നിരവധി സ്ഥലങ്ങളുണ്ട് ഇവിടെ. എന്നാൽ ഇവിടെ മിക്കവർക്കും മലയാളം അറിയാം. അതിന് ഈ നാട് കടപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്നും പുറം നാടുകളിലേക്ക് ജോലിക്ക് പോയ ഉസ്താദുമാരോടാണ്. ദൂരെ ദിക്കുകളിലേക്ക് ജോലിക്കും പഠനത്തിനുമായി പോയവർ മലയാളം വശത്താക്കി വന്ന് ഇവിടെ അത് പകർന്നു നൽകും. അങ്ങനെയാണ് നാട്ടിലെ പലരും നന്നായി മലയാളം കൈകാര്യം ചെയ്യാൻ പഠിച്ചത്. മദ്രസയിൽ മലയാളം പഠിപ്പിക്കുവാനായി പ്രത്യേക സമയവും കണ്ടെത്തുന്നു. പണ്ഡിതന്മാരെ കൊണ്ട് സമ്പന്നമായ ഈ നാട് തൊപ്പിവെച്ച ഗ്രാമമായി മാറുമ്പോൾ അതൊരു ഗ്രഹാതുരത്വം കൂടിയായി മാറുകയാണ്. സമീറിന്റെ വീട്ടിലേക്ക് ആഹ്ലാദത്തിന്റെ ഫോൺ വിളി. വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഖത്തർ MGM വനിതാ കൂട്ടായ്മ. ഖത്തർ ഇസ്ലാഹി സെന്ററിന്റെ കീഴിലുള്ള വനിതാ കൂട്ടായ്മയാണ് MGM. സമീറിന്റെ കഥന കഴിഞ്ഞ ദിവസമാണ് KCN പുറത്തുവിട്ടത്. അജ്ഞാത സംഘം ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് അരക്കുകയെ ചലനശേഷി നഷ്ടപ്പെട്ട ഉപ്പളയിലെ സമീറിന്റെ ദയനീയ കഥ കണ്ട ഉടനെ തന്നെ ഖത്തർ ആസ്ഥാനമായുള്ള MGM എന്ന വനിതാ കൂട്ടായ്മ സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വരികയായിരുന്നു. സമീറിനും കുടുംബത്തിനും വീട് നിർമ്മിച്ചു നൽകുമെന്ന് MGM ഭാരവാഹികൾ അറിയിച്ചു. ഖത്തർ ഇസ്ലാഹി സെന്ററിന്റെ വനിതാ കൂട്ടായ്മയായ MGM ഇതിനകം തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. നേരത്തെ ചീമേനിക്ക് സമീപം ഒരു കുടുംബം ജപ്തി ഭീഷണി നേരിട്ട് കുടിയിറക്കലിന്റെ വക്കിലെത്തിയപ്പോഴും സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വന്നതും അവരായിരുന്നു. ആ കുടുംബത്തിന്റെ മുഴുവൻ കടങ്ങളെയും അടച്ചു തീർത്തുകൊണ്ടായിരുന്നു സമാനതകളില്ലാത്ത പുണ്യം ഈ സംഘടന കാഴ്ചവെച്ചത്. അതിന്റെ തുടർച്ചയാണ് സമീറിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന വാഗ്ദാനവുമായി സംഘടന ഒരിക്കൽ കൂടി മുന്നോട്ട് വന്നിരിക്കുന്നത്. അമ്മ ലൈബ്രറി ഒരുക്കി തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂൾ വേറിട്ട മാതൃകയായി. കുട്ടികൾക്കൊപ്പം അമ്മമാർക്കും വായിക്കാൻ ഇവിടെ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. വായനയുടെ ലോകത്തേക്ക് അമ്മമാരെ കൂടി എത്തിക്കാൻ അമ്മ ലൈബ്രറി ഒരുക്കി തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂൾ വേറിട്ട മാതൃകയായി. കുട്ടികൾക്കൊപ്പം അമ്മമാരും വായിക്കുമ്പോൾ കുട്ടികളിലെ വായനാശീലം വർദ്ധിക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് അമ്മ ലൈബ്രറി ഒരുക്കാൻ സ്കൂൾ അധികൃതരെ പ്രേരിപ്പിച്ചത്. നിലവിൽ സ്കൂളിലെ മാതൃസമിതിയാണ് വീടുകളിലേക്ക് പുസ്തകം എത്തിക്കുന്നത്. വായനാവാരാഘോഷത്തോടനുബന്ധിച്ചാണ് അമ്മ ലൈബ്രറിക്ക് തുടക്കമിട്ടത്. ഉദുമ MLA K കുഞ്ഞിരാമൻ അമ്മ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലാതല പരിപാടി അമ്പലത്തല കേശവജി സ്മാരക വായനശാലയോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ നമ്മുടെ ജില്ലയിലെ മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. വായന നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നു എന്നൊരു കാലഘട്ടത്തിലാണ് പി പണിക്കരെ പോലുള്ള ഏറ്റവും ഉന്നതന്മാരായ അധ്യാപക ശ്രേഷ്ഠന്മാർ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെല്ലാം നടന്ന് കുട്ടികളെയും സ്കൂളിലും അതുപോലെ കോളേജിലും അക്ഷരാഭ്യാസം ഇല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയി വായനയുടെ ഒരു മഹത്വം സമൂഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ തയ്യാറായത് നമ്മുടെ നാട്ടിലെ അധ്യാപക പ്രസ്ഥാനമാണ് ആദ്യം എഴുതുന്നത്. അങ്ങനെയാണ് പി പണിക്കരും ഒരു നല്ല അധ്യാപകനായ ആളാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകനായി മുന്നോട്ട് വന്നു എന്നൊരു പ്രധാനപ്പെട്ട വസ്തുത. അതിനൊപ്പം തന്നെ നമ്മുടെ സബ്ജില്ല അടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും സംസ്ഥാനാടിസ്ഥാനത്തിലുമെല്ലാം അധ്യാപകന്മാർ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നല്ല ശ്രമം ഇതിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ SLC വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തുടർന്ന് അരവത്ത് പ്രവാസി കൂട്ടായ്മ UAE കമ്മിറ്റിയുടെ പഠനോപകരണ വിതരണവും നടന്നു. PTA പ്രസിഡന്റ് VV സുകുമാരൻ അധ്യക്ഷനായി. സാഹിത്യോത്സവവും സ്കൂൾ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും വിനോദ് കുമാർ പെരുമ്പള നിർവഹിച്ചു. P ബാലകൃഷ്ണൻ വായനാ സന്ദേശം നൽകി. രാവണേശ്വരം ശോഭന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു. യോഗ പ്രദർശനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. രാവണേശ്വരം ശോഭന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി യോഗാ പ്രദർശനം സംഘടിപ്പിച്ചു. TVC ശശി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരുണാകരൻ കുന്നത്ത് അധ്യക്ഷനായി. ക്ലബ് പ്രസിഡന്റ് രവീന്ദ്രൻ രാവണേശ്വരം, K മുരളീധരൻ, K അജയകുമാർ തുടങ്ങിയവർ നേതൃത്വമേകി. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും.
മഞ്ചേശ്വരത്ത് വാഹനാപകടം, മണൽ ലോറി ഇടിച്ച് മതപണ്ഡിതൻ മരിച്ചു. മരിച്ചത് മച്ചമ്പാടി സ്വദേശി അബ്ദുൾ റസാഖ് മുസ്ലിയാർ. പിണറായി സർക്കാർ തുല്യനീതി നടപ്പാക്കുന്നില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. LDF സർക്കാരിൽ ഇതര പാർട്ടി പ്രവർത്തകർക്ക് രക്ഷയില്ലെന്നും ഉമ്മൻചാണ്ടി. മുട്ടത്തൊടി ബാങ്ക് മുക്കുപണ്ട പണയ തട്ടിപ്പ്, 3 പ്രതികളെ കൂടി കസ്റ്റഡിയിൽ വിട്ടു. യോഗാഭ്യാസവുമായി നാടും നഗരവും, പരിശീലനത്തിൽ അണിനിരക്കുന്നത് നിരവധി പേർ. സമീറിന്റെ വീട്ടിലേക്ക് ആഹ്ലാദത്തിന്റെ കോൾ, വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഖത്തർ MGM വനിതാ കൂട്ടായ്മ. അപൂർവതകളുമായി പാത്തൂർ ഗ്രാമം, ഒരു ഗ്രാമത്തിലെ മിക്ക വീടുകളിലും മതപണ്ഡിതന്മാർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.